Hi, dear friends. Have a nice evening. Good evening to all. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നമ്മൾ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തെക്കുറിച്ച് വെറുതെ ഒന്ന് കണ്ണോടിക്കുക. ഇന്ന് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നമ്മളെ സഹായിച്ച ധീര വനിതകൾ ഇന്ന് നമ്മൾ ഇങ്ങനെ സ്വാഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ധീര വനിതകളുണ്ടായിരുന്നു. ഒരു 10 വനിതകളെ എനിക്ക് പരിചയപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട്. The women who possess lot of courage and intense patriotism. അവരെക്കുറിച്ച് അങ്ങനെയാണ് എനിക്ക് പറയാൻ ആഗ്രഹം. You will get most prominent women, freedom fighters of the fighters of the country. So, നമ്മുടെ അമ്മമാർ വളരെ ധീരതയുള്ളവരായിരുന്നു. നമ്മുടെ മുൻതലമുറക്കാരായിരുന്ന സ്ത്രീജനങ്ങൾക്ക് ധൈര്യം വളരെ ശക്തമായിരുന്നു. ഞാൻ ആദ്യത്തെ ഉദാഹരണം പറയാനുള്ളത് റാണി ലക്ഷ്മിബായി. റാണി ലക്ഷ്മിബായി 14-ാമത്തെ വയസ്സിലെ കല്യാണം കഴിച്ചു. തൊട്ടടുത്തുള്ള ഒരു രാജാവാണ്, വാരണസിയിലാണ് പുള്ളിക്കാരി ജനിച്ചത്. ചെറുപ്പത്തിലെ അമ്മ 4-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് ഹെർ ഫാദർ അവരെ ഫെൻസിങ് വെച്ചാൽ ആയുധം വെച്ചിങ്ങനെ ഫെൻസിങ് എന്ന സംഭവം നമ്മുടെ നാട്ടിൽ അത്ര കോമൺ അല്ല. പക്ഷേ ഞാൻ ദൂരദർശനിലൊക്കെ പ്രോഗ്രാം ചെയ്യുമ്പം ഫെൻസിങ് എന്തെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആയുധം ഇങ്ങനെ വെച്ച് ഇങ്ങനെ കുത്താനും ഇടിക്കാനും ഒക്കെ വരുമ്പോൾ അതിനെ തടഞ്ഞു മാറ്റാൻ സാധിക്കുന്ന കുത്തുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഷീ സ്റ്റഡീഡ് ഷൂട്ടിങ്, നന്നായിട്ട് ഷൂട്ടിങ് പഠിച്ചു. അതിൻ്റെ കൂടെ തന്നെ അവർ ഹോഴ്സ്മാൻഷിപ്പ് എടുത്തു, നന്നായിട്ട് അങ്ങനെ കുതിര ഓടിക്കാം എന്ന സംഭവം പഠിച്ചു. അങ്ങനെ അപ്പൻ്റെ തണലിൽ വളരെ ശക്തമായി വളർന്നു വന്ന ഒരു പെൺകുട്ടിയാണ് ഝാൻസി റാണി എന്നറിയപ്പെടുന്ന റാണി ലക്ഷ്മിബായി. യുദ്ധത്തെ പേടിച്ചില്ല, കാരണം ധീരതയുള്ള ഒരു ഭർത്താവിൻ്റെ ഭാര്യയായിട്ട് വളർന്നതുകൊണ്ട് ആ ധീരത അവർക്കും ലഭിച്ചു. എന്നാൽ ഭർത്താവ് കാലത്തിൽ മരിച്ചു പോവുകയും ആദ്യം ജനിച്ച മകൻ മരിച്ചു പോകുന്നുണ്ട്, പിന്നീട് അടുത്തൊരു സന്താനം ഉണ്ടാകുന്നുണ്ട്. അവർ ബ്രിട്ടീഷുകാരോടുള്ള യുദ്ധത്തിൽ ഏർപ്പെടുകയും ഝാൻസിയിൽ നിന്ന് അവർ യുദ്ധം പരാജയപ്പെട്ടതിനെ കുറിച്ച് തിരിച്ചു പോവുക. അവർ 23-ാമത്തെ വയസ്സിലാണ് അവർ മരിക്കുന്നത്. ഗോളിയാർ യുദ്ധത്തിൽ വെച്ചാണ് അവർ മരിക്കുന്നത്. ധീരതയുള്ള സ്ത്രീയായിരുന്നു. അപ്പോൾ ആ ധീരത നമുക്ക് മനസ്സിലാവണമെങ്കിൽ റാണി ലക്ഷ്മിബായി, ഝാൻസിയിലെ റാണി 23-ാമത്തെ വയസ്സിൽ മരിക്കാൻ, അതായത് യുദ്ധഭൂമിയിൽ വെച്ചാണ് മരിക്കുന്നത്. അവരുടെ വേഷം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ഒരു പട്ടാളക്കാരുടെ വേഷമായിരുന്നു ഇട്ടിരുന്നത്. അങ്ങനെ പട്ടാളക്കാരോടൊപ്പം നിന്ന് പടവെട്ടി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ 1829 നവംബർ 19-ാം തീയതി ജനിക്കുകയും 18-ാം തീയതി ജൂൺ മാസം 18-ാം തീയതി 1858 മരിക്കുകയും ചെയ്തു. പക്ഷെ ഇന്ന് അവർ മരിച്ചെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ച ഏതെങ്കിലും സ്ത്രീകളെ നമ്മൾ ഓർക്കുന്നില്ല. പക്ഷെ ഇന്ന് അവരെ നമ്മൾ ഓർക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്യാഗം ഭാരതത്തിൻ്റെ മണ്ണിൽ എഴുതി ചേർത്തപ്പെട്ട തങ്കലിപികളാണ്. അതുകൊണ്ടാണ്. രണ്ടാമത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് സരോജിനി നായിഡു. സരോജിനി നായിഡു ഫെബ്രുവരി 13-ാം തീയതി ജനിച്ച 1879 മാർച്ച് 2 1949 ഇഹലോകവാസം വെടിഞ്ഞു. ഇവർക്ക് മറ്റൊരു പേരുണ്ട്, നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ. ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്ന് കേട്ടിട്ടില്ലേ? നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സ്ത്രീ ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ എപ്പോഴും പറയണം സരോജിനി നായിഡു ആണ്. അവർ ഒരു കവിയായിരുന്നു, ഫ്രീഡം ഫൈറ്ററായിരുന്നു, പിന്നെ വളരെ ശക്തിയായ പ്രസംഗകയായിരുന്നു. നാക്കുകൾ കൊണ്ട് നന്നായിട്ട് വളച്ചൊടിക്കാൻ സാധിക്കുന്ന ആശയങ്ങളെ നന്നായി പ്രഗത്ഭമായി അവതരിപ്പിച്ച് കാണികളെ ഉന്മത്തരാക്കുന്ന, അങ്ങനെ തന്നെ പറയാൻ നല്ലത്, കാണികളെ രോമാഞ്ചത്തിലേക്ക് ഉയർത്തുന്ന ഒരു വ്യക്തിയായിരുന്നു സരോജിനി നായിഡു. എവിടെയെങ്കിലും ആകാശത്തിൽ ഏതെങ്കിലും പക്ഷികൾ പറന്നു പോകുന്നുണ്ടെങ്കിൽ ആ പക്ഷികളും തിരിഞ്ഞു നോക്കും, ഇതാരാ പ്രസംഗിക്കുന്നത് എന്ന് അവരുടെ പ്രസംഗത്തെക്കുറിച്ച് അങ്ങനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആ സ്വരം കേൾക്കുമ്പോൾ ആരാ പ്രസംഗം എന്നുവെച്ചാൽ പിന്നാലെ നിൽക്കുന്നവരെ ഉജ്ജ്വലിപ്പിക്കാൻ സാധിക്കുന്ന സൂര്യൻ പ്രകൃതിയിൽ തന്നെ ഉദിച്ചുയർന്നോ എന്ന് ചിന്തിക്കുമായിരുന്നു കാണികൾ. അതാണ് സരോജിനി നായിഡു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ടുണ്ട് അവർ 1925. പിന്നെ അടുത്തത് മാഡം ബിക്കിഖായ് ബൈ ഹാജി കാമ
എനിക്ക് ആ പേര് കറക്റ്റായിട്ട് കിട്ടുന്നില്ല കേട്ടോ. BHIKAJI ഭായ്ഖാജി കാമ. ഞാൻ വായിച്ചിട്ടുള്ള, പക്ഷേ എനിക്ക് തല പെട്ടെന്ന് കിട്ടുന്നില്ല. അവർ 24 സെപ്റ്റംബർ 1861 ജനിക്കുകയും 13 ഓഗസ്റ്റ് 1936 മരിക്കുകയും ചെയ്തു. അവരുടെയും കോൺട്രിബ്യൂഷൻസ് സമരത്തോടൊക്കെ ചേർന്ന് നിന്ന് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തോട് ചേർന്ന് നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് മാഡം ബിക്കി കാമ. ഇനിയും അടുത്തത് നമുക്ക് ബീഗം ഹസ്രത്ത് മഹാൽ. 1820 മുതൽ 1879 വരെയാണ് അവരുടെ കാലഘട്ടം. 1884 അവരുടെ ബഹുമാനാർത്ഥം, ഇൻ കൊമ്മറേഷൻ ടു ഹർ ഓർ ആസ് എ റെസ്പെക്റ്റ് ടു ഹർ, ഇന്ത്യ അവരുടെ പേരിൽ, അവരുടെ നാമത്തിൽ അവരുടെ ഫോട്ടോ വെച്ചുകൊണ്ട് ഒരു സ്റ്റാമ്പ് ഇറക്കിയിട്ടുണ്ട് 1894. അവരും സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടി ശക്തമായിട്ട് പോരാടിയ ഒരു വനിതയാണ്. അടുത്തത് ആനി ബെസൻ്റാണ്. അവർ ഐറിഷ് ലേഡിയാണ്. അവർ ആനി ബെസൻ്റ് എന്ന് കേൾക്കുമ്പോൾ ആ പേര് തന്നെ നമ്മുടെ ഇന്ത്യൻ നെയിം അല്ല, നമുക്ക് നന്നായിട്ടറിയാം. ഫോറിൻ ലേഡിയാണ് അവർ. പക്ഷെ അവർ ഇന്ത്യയിൽ വരികയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തോട് ചേരുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. നമ്മളെപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ചിന്തിക്കും ഇറ്റലിയിൽ വന്ന സോണിയാഗാന്ധി മാത്രമേ ഉള്ളൂ ഇവിടുത്തെ വിദേശ വനിതയായിട്ട് ഇന്ത്യൻ ഭരണരംഗത്ത് മുമ്പിൽ നിൽക്കുന്നതല്ല. ആനി ബെസൻ്റൊക്കെ അതിന് മുമ്പേ ഇവിടെ വന്ന വ്യക്തിയാണ്. അപ്പോൾ അവർ ഒക്ടോബർ 1 1847 ജനിക്കുകയും സെപ്റ്റംബർ 20 1933 നമ്മുടെ സ്വാതന്ത്ര്യത്തോട് അടുക്കുന്നത് ഒരുപാട് വർഷം മുമ്പ് അവർ മരിച്ചു പോവുകയും ചെയ്തു. പക്ഷേ ഭാരതം എന്ന രാജ്യത്തിന് വേണ്ടി, ഭാരതത്തിലെ പിന്നിൽ നിൽക്കുന്ന ജനത്തിന് വേണ്ടി മുന്നിൽ നിന്നുകൊണ്ട് നയിച്ച ഒരു വ്യക്തിയാണ്. ഷി വാസ് ദ ഫസ്റ്റ് വുമൺ പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ വുമൺ പ്രസിഡൻ്റായ വ്യക്തിയാണ്. ഷീ എസ്റ്റാബ്ലിഷ് ഇന്ത്യൻ ഹോം റൂൾ മൂവ്മെൻറ്റ്, ഹോം റൂൾ പ്രസ്ഥാനം ഉണ്ടാക്കിയത് പുള്ളിക്കാരിയാണ്. ദെൻ സ്റ്റാർട്ടഡ് ന്യൂസ് പേപ്പർ. അദ്ദേഹത്തിൻ്റെ അത് പിന്നെ ന്യൂസ് പേപ്പറിൻ്റെ പേര് ന്യൂ ഇന്ത്യ ആണ്. PSC എഴുതുന്ന കുട്ടികൾ ആരെങ്കിലും ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ കിട്ടും കേട്ടോ. ന്യൂ ഇന്ത്യ, നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ ആരെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ ചിലപ്പോൾ അത് കിട്ടാൻ സാധ്യതയുണ്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ ന്യൂ ഇന്ത്യ എന്ന ന്യൂസ് പേപ്പർ അവർ എസ്റ്റാബ്ലിഷ് ചെയ്തു. മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കുറേ കോളേജ് തുടങ്ങി ഇന്ത്യയിൽ. കോളേജുകളും ഹയർ സെക്കൻഡറി സ്കൂളുകളും തുടങ്ങിയ ഒരു വ്യക്തിയാണ്. വിദ്യാഭ്യാസത്തിന് ഐറിഷ് രാജ്യം, ഐസ്ലൻഡ്, ഐറിഷ്, ഫിൻലൻഡ്, അങ്ങനെ കുറേ രാജ്യങ്ങൾ അടുത്തടുത്ത് കിടപ്പുണ്ട്. ഷെങ്കൻ വിസയിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ അവരെ ആ രാജ്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു 10-13 രാജ്യങ്ങൾ നിങ്ങൾ ജർമ്മനി വഴി ഇറ്റലിയിലോ സ്വിറ്റ്സർലൻഡ് വഴി ഇറ്റലിയിലോ ഐറിഷിലോ ഐസ്ലാൻഡിലോ ഒക്കെ പോകാൻ സാധിക്കും. അങ്ങനെ പോകുമ്പം ഷെങ്കൻ വിസയിൽ പോയാൽ ഈ ഐറിഷ് ലാൻഡിൽ നമുക്ക് ചെല്ലാൻ സാധിക്കും. ഓക്കെ, ഇറ്റ്സ് എ സൈഡ്. ഓക്കെ, അപ്പോൾ അവർ സ്കൂളുകളും കോളേജുകളും ഒക്കെ ഒരുപാട് സ്ഥാപിച്ച വ്യക്തിയാണ് അവർ. പിന്നെ അരുണ ആസിഫ് അലി ജൂലൈ 16 ജനിച്ചു. 1909 ജൂലൈ മാസത്തിൽ തന്നെ 29 1996 അവർ മരിക്കുന്നത്. അപ്പോൾ അവർ എഡിറ്റഡ് ഇൻക്ലാബ് എന്നൊരു പത്രം, ഒരു ജേണൽ, മാസത്തിൽ ഒരിക്കൽ ഇറങ്ങുന്ന ഒരു ജേണൽ, ഇൻക്ലാബ് എന്ന ജേണൽ അവർ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഓഫ് ഇന്ത്യൻ നാഷണൽ, അത് ജേണൽ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു ജേണലായിരുന്നത്. അവരെ വേറൊരു വിധത്തിൽ അറിയപ്പെടുന്നുണ്ട്, ഗ്രാൻഡ് ഓൾഡ് ലേഡി ഓഫ് ദ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ്. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ് വേർഡ്, ദ ഗ്രാൻഡ് ഓൾഡ് ലേഡി ഓഫ് ദ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ് എന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അരുണ ആസിഫ് അലി. ദെൻ ഉഷമേത്ത മാർച്ച് 25 1920 ജനിക്കുകയും ഓഗസ്റ്റ് 11 2000 അവർ മരിക്കുന്നത്. ഷീ വാസ് നോൺ ഫോർ ദ ബ്രോഡ്കാസ്റ്റിംഗ് ദ കോൺഗ്രസ് റേഡിയോ. അതിനൊരു പ്രത്യേകത, ഈ കോൺഗ്രസ് റേഡിയോ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നതാണ്. ഭൂമിക്കടിയിലാണ് ഇതിൻ്റെ ഓപ്പറേഷൻസ് നടത്തിയിരുന്നതാണെന്ന് എന്നാണ് അറിയപ്പെടുന്നത്. ചരിത്രത്തിൻ്റെ ഏടുകളിൽ നിന്ന് വായിച്ചെടുത്ത അക്ഷരത്താളുകൾ മാത്രമാണ്, നഗ്നനേത്രങ്ങൾ കൊണ്ടുപോയി കണ്ടതല്ല, ചിന്തയിൽ മാത്രം ഗ്രഹിച്ചെടുത്ത വാക്കുകളാണ്. മാർച്ച് 25 1920 അവർ ജനിക്കുന്നത്. ഓഗസ്റ്റ് 11 2000 അവർ മരിക്കുന്നു. ഷീ ഈസ് നോട്ട് ഫോർ ബ്രോഡ്കാസ്റ്റിംഗ്, അറിഞ്ഞില്ല, മുമ്പേ പറഞ്ഞതാണ്. ഓക്കെ, ദെൻ അടുത്തത് കസ്തൂർബ ഗാന്ധി.
കസ്തൂർബ ഗാന്ധി ഏപ്രിൽ 11, 1869 ജനിക്കുകയും ഫെബ്രുവരി 22, 1944 മരിക്കുകയും ചെയ്തു. വർക്ക്, അതായത് ചമ്പാരൻ മൂവ്മെൻറ്റിലൊക്കെ ഇൻഡിഗോ വർക്കേഴ്സിനോടൊപ്പം അവർ ബീഹാറിൽ പിന്നെ ചമ്പാരൻ മൂവ്മെൻറ്റ്സ് എവിടെയൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ സ്ട്രൈക്സ് എവിടെയൊക്കെ ഉണ്ടായിരുന്നു, സമരങ്ങൾ എവിടെയൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ അവർ പങ്കെടുത്ത വ്യക്തിയാണ് ഈ കസ്തൂർബ ഗാന്ധി. അടുത്തത് നമുക്ക് കമല നെഹ്റു തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാം, വൈഫ് ഓഫ് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റുവിനോടൊപ്പം തന്നെ എല്ലാ സമരങ്ങൾക്കും അവർ കുറച്ച് കൂടെ നിന്നു. ഇടയ്ക്ക് വെച്ച് അവർക്ക് രോഗം പിടിച്ചുകൊണ്ട് വിദേശത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. വിദേശത്ത് കിടന്നാൽ മരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അവരുടെ ശരീര പോകുന്ന സമയത്ത് ഇന്ദിരയ്ക്ക് വലിയ വയസ്സൊന്നുമില്ല. എങ്കിൽ കൂടി ഇവർ പല പിക്കറ്റിങ്ങിന് അതോടൊപ്പം തന്നെ നെഹ്റുവിന് വലിയ കൈത്താങ്ങായിട്ട് നിന്ന വ്യക്തിയാണ് കമലാ നെഹ്റു. അപ്പോൾ കമലാ നെഹ്റുവും സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നല്ല ഒരു റോൾ വഹിച്ച വ്യക്തിയാണ് എന്നത് ഓർക്കുക. ദെൻ വിജയലക്ഷ്മി പണ്ഡിറ്റ്, മോത്തിലാൽ നെഹ്റുവിൻ്റെ മകളാണ് വിജയലക്ഷ്മി പണ്ഡിറ്റ്. ഓഗസ്റ്റ് മാസം 18, 1990 ഡിസംബറിലാണ് ജനിക്കുന്നത്. ഓഗസ്റ്റിലാണ് ജനിക്കുന്നത്. ഡിസംബർ 1, 1990 മരിക്കുകയും ചെയ്തു. അപ്പോൾ ഷി വാസ് അറസ്റ്റഡ് ഇൻ 1940. 1940 അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. 42 അവർ അറസ്റ്റ് ചെയ്യപ്പെട്ട് അവരെ ജയിലിൽ കൊണ്ടുവരുന്നുണ്ട്. അത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതുകൊണ്ട് അഗെയിൻ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ സമയത്താണ് അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ ഇത്രയും സ്ത്രീജനങ്ങളെ ഇതിൽ കൂടുതൽ ആളുകളുണ്ട് കേട്ടോ. ഇതിൽ കൂടുതൽ ആളുകളുണ്ട്. ഞാൻ 10 പേരെ മാത്രം പരിചയപ്പെടുത്തി നമ്മുടെ പരിധിക്കുപെട്ട സമയത്തിനകത്ത് നിർത്തണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട്. അപ്പോൾ ഇതാരെങ്കിലും കേൾക്കുന്നവരുണ്ടെങ്കിൽ എനിക്ക് 1-2 ഉപകാരങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടുന്നത് എൻ്റെയും കൂടെയും സമൂഹത്തിൻ്റെയും വിദ്യാഭ്യാസ മേഖലയുടെ ആവശ്യമായിട്ട് ഞാൻ ചിന്തിക്കുന്നത്. ഞാനിത് ചുമ്മാതിരുന്ന് കുത്തിയിരുന്ന് കണ്ടുപിടിക്കുന്നതല്ല, വായിച്ച് കണ്ടുപിടിക്കുന്നത്. പഠിക്കാൻ വേണ്ടി വായിക്കുന്നത്. അപ്പോൾ പഠിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വായിക്കുമ്പം നമുക്ക് ഇന്ത്യ എന്ന ഒരു രാജ്യത്തോട് ലോകത്തോടൊപ്പം ഉള്ളത് തന്നെ ഒരു അഭിനിവേശവും ഒരു ആഗ്രഹമൊക്കെ ഉണ്ടാവണം. നമ്മുടെ ഫ്രീഡം ഫൈറ്റേഴ്സ്, നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ നമുക്ക് നേടിത്തന്ന ശക്തമായ പിൻബലത്തിലാണ് നമ്മൾ ഇന്ന് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ അത് മറക്കാതിരിക്കുക. ഈ കേട്ട ഓഡിയോ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുക. നമ്മൾ തീയാണെ പോക്കറ്റ് വെച്ച് കത്തിപ്പോൾ അല്ലേ. ചത്ത മീനെ പിടിച്ച് വെച്ചാൽ കുഴപ്പമില്ല, ചാടിപ്പോത്തില്ല. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞാൽ അത് രവിച്ച് വാടയിടും. അപ്പം അതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാനുള്ള ഒരാഗ്രഹം നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകട്ടെ. നമ്മളൊക്കെ ബൈബിളിൽ വായിക്കും വല്ലപ്പോഴും. ഞാൻ കുറയുകയും അവൻ വളരുകയും ചെയ്യട്ടെ. അപ്പം മറ്റുള്ളവരോട് വളരട്ടെ. ഒന്ന് ഷെയർ ചെയ്തേക്കുക. താല്പര്യമുള്ളവർ എൻ്റെ യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ഷെയർ പ്ലീസ്. ടീച്ചേഴ്സ് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുള്ളൂ. ഇത് ഭയങ്കരമായിട്ട് അവരെയൊക്കെ ജീവിതത്തിൽ പിന്നീട് ഉപകരിക്കപ്പെടും. ഞാൻ തൽക്കാലത്തേക്ക് നിർത്തുന്നു. ശുഭരാത്രി. ജോൺസൺ കരൂർ. 8 മണിക്ക് എൻ്റെ മലയാളം ക്ലാസ് ഉണ്ടായിരിക്കും. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ മലയാളം ക്ലാസ്സിലേക്ക് കയറാം. 8 o'clock. ഒരാളെ ഉള്ളെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കും. എൻ്റെ ഇടയ്ക്ക് 2 പേര് ഡിമാൻഡ് ചെയ്തിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. 8 മണിക്ക്. കുറച്ച് വെക്കാബുലറി വാക്കുകൾ മാത്രം നമുക്ക് നോക്കാൻ വേണ്ടി, നല്ല വാക്കുകളുടെ സമുച്ചയം നിങ്ങൾക്ക് നല്ലവണ്ണം സംസാരിക്കാനുള്ള ശേഷിയും ശേമൂഷിയും നൽകും. എല്ലാവർക്കും ശുഭരാത്രി. സമയം 6:20 ആയിട്ടുള്ളൂ. നല്ല ദിവസം.